name of our Lord and Savior Jesus Christ. കർത്തൃനാമത്തിൽ ഏവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യമാണ്. മാർക്കോസ് 4:41. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 41. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെ എന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. ഇവൻ ആരെ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ശിഷ്യന്മാരെ, തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടമാണ്. ആ യേശു ഒരു ഉന്നതനായ റാബായ് അല്ലെങ്കിൽ ഗുരുവാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ട് യേശുവിനെക്കുറിച്ച് അവരറിഞ്ഞ കാലമല്ല. കർത്താവിൻ്റെ സുവിശേഷ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ കാണുന്നു, യേശു ക്രിസ്തു പറഞ്ഞിട്ടാണ് ഇവരക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു. യേശു ആ പടകിൻ്റെ മേൽ കയറി. ഇവർ മുന്നിൽ തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ പുറകിൽ യേശു ഒരു തലയണയൊക്കെ ഇട്ട് ക്ഷീണം തീർക്കേണ്ടതിന് വേണ്ടി ഉറങ്ങുകയാണ്, കിടക്കുകയാണ്, ഉറങ്ങി എന്നാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ വലിയ ശക്തമായ കാറ്റ് പടകിൻ്റെ മേലടിച്ചു. വലിയ തിരമാലകൾ പടകിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാരെ പരിഭ്രാന്തരായി തീരുകയാണ്. ഇവർക്ക് ഈ കടൽ ഗനസരത്ത് തടാകം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഈ കടൽ എന്നാണ് അവർ വിളിക്കുന്നത്, ഒരു വലിയ ലേക്കാണെന്ന് ഓർത്തോണം. സമുദ്രനിരപ്പിനേക്കാൾ താണു കിടക്കുന്ന ഒരു കടലാണ്. അപ്പോൾ പത്രോസും യോഹന്നാനും അന്ത്രയോസും യാക്കോബും ഒക്കെ അവിടെ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോയിട്ടുള്ളവരാണ്. അവർ ഈ കടവും ഈ തിരമാലയും കാറ്റും അലകളും ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊരു സാധാ കാറ്റല്ല. സാധാരണയായി അവർ കണ്ടിട്ടുള്ള ഒരു കാറ്റോ ഓളമോ അല്ല ഈ അടിച്ചത്. അതിശക്തമായ ഒരു വലിയ കാറ്റും തിരമാലയുമാണ് അവർ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഭയം വരുന്നു? നമ്മൾ പറയാം, എല്ലാവരും പറയും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ പരസ്യമായിട്ട് ഒരു വലിയ വിശ്വാസമൊന്നും കൂട്ടിച്ചേർത്തില്ലേ തന്നെ ഒരു വിശ്വാസമുണ്ടെന്ന് പറയും. വിശ്വാസമില്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മളെങ്ങനെ ഭയപ്പെടണം? ഈ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നത് ദൈവഹിതത്തിലാണ്. അവർക്ക് തോന്നിയ പോലെ അല്ല. കർത്താവാണ് പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. ഇപ്പോൾ അവർ ദൈവഹിതത്തിൽ യാത്ര ചെയ്യുന്നു. അവർ കർത്താവിനെയും കൊണ്ട് യാത്ര ചെയ്യുന്നു. കർത്താവിനെ കൂടാതെയല്ല, കർത്താവ് പറയാഞ്ഞിട്ടല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് കർത്താവിനെയും കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ കർത്താവിനെയും കൊണ്ട് യാത്ര ചെയ്താലും എന്ത് സംഭവിക്കാം? കാറ്റടിക്കാം, അലകളും തിരമാലകളും നമ്മുടെ മേൽ ആഞ്ഞടിക്കാം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണിത്. കർത്താവ് യേശു ശരീരത്തിൽ ജീവിക്കുന്ന കാലം യേശു പറഞ്ഞിട്ടാണ് ഇവരക്കരയ്ക്ക് പോകാൻ ഇറങ്ങിയത്. യേശുവിനെ കൂടാതെയല്ല, യേശുവും ഉണ്ട് ഈ കോണ്ടസ്റ്റിൽ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും പ്രതികൂലം, കാറ്റും തിരമാലയും, ഹല്ലേലൂയ, കൊടുങ്കാറ്റ്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവഹിതത്തിൽ നടക്കുന്നവരെയും കാറ്റടിക്കാം അവരുടെ നേരെയും, കൊടുങ്കാറ്റ് അവരുടെ നേരെയും ആഞ്ഞടിക്കാം. ദൈവഹിതപ്രകാരം നടന്നാലും ജീവിതത്തിൽ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കാം. ദൈവഹിതപ്രകാരം നടന്നാലും ശരീരത്തിൽ രോഗങ്ങളുണ്ടാകാം. ദൈവഹിതപ്രകാരം നടന്നാലും സാമ്പത്തികമായ പ്രോബ്ലംസ് ഉണ്ടാകാം. ദൈവഹിതപ്രകാരം നടന്നാലും ക്ലേശങ്ങളെ അഭിമുഖീകരിക്കാം. നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം നടന്നാലും ജീവിതത്തിൽ പ്രയാസ പ്രതികൂലങ്ങൾ ഉണ്ടാകാം എന്ന് ചുരുക്കം. അപ്പോൾ ഞാൻ ദൈവത്തെ വിട്ടു പോയി നടന്നിട്ടാണ് എനിക്കിതെല്ലാം ഭവിക്കുന്നത് എന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് കൂടെ നടന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ദൈവത്തോട് കൂടെ നടന്നാലും രോഗം വരത്തില്ലേ? മനുഷ്യർ മരിക്കത്തില്ലല്ലോ. മരണത്തെയും ജീവനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമല്ലേ രോഗം, ഷോർട്ട് ടൈമിലാണേലും. അപ്പോൾ ഈ ദൈവത്തോടു കൂടെ നടക്കുന്ന
ആനോക്ക് വഴി നടന്നു പോയതായിട്ട് നമുക്കറിയാം. കർത്താവിൻ്റെ വരവിൽ നമ്മൾ ജീവിച്ചിരുന്നാൽ നമ്മളും പോവും. അതല്ല ഞാൻ പറയുന്നത് മരണത്തെക്കുറിച്ച്. അല്ലാതെ സാധാരണ ജീവിക്കുന്ന ഒരു ഭക്തന്, എത്ര ഭക്തനായിരുന്നാലും, ഞാൻ ഉദാഹരണം പറയാം, ബില്ലി ഗ്രഹാമോ അതുപോലെയുള്ള നമ്മൾ ഏറ്റവും ഭക്തരെന്ന് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി, അവരായാലും അവർ കർത്താവിൻ്റെ വരവിന് താമസമാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ജീവിതത്തിൽ മരണം സംഭവിക്കും. മരണത്തെയും ജീവനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് രോഗം. അപ്പോൾ വിശ്വാസത്തിൽ നടന്ന ഒരു വ്യക്തിക്ക് രോഗം വരത്തില്ലെന്നോ മരണം വരത്തില്ലെന്നോ നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. നിശ്ചയമായിട്ടും കാറ്റും പ്രതികൂലവും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ഏത് ഭക്തൻ്റെയും ജീവിതത്തിൽ കടന്നു വരാം എന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറയുന്നത്. നമുക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടൊരു പ്രശ്നം വരാതെ സൂക്ഷിക്കാമെന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ ശിഷ്യന്മാരിൽ കൂടുതൽ പേരും മുക്കവന്മാരാണ്. ഇവർക്ക് നല്ല അഭ്യാസം അറിയാം എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ കടലിൽ യാത്ര ചെയ്ത്. ബോട്ടിലും ഈ കടലുമായിട്ട് വളരെ ബന്ധമുള്ള മനുഷ്യരാണിവർ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവർക്കുണ്ടെങ്കിൽ തന്നെയും ഈ കാറ്റിനെയും തിരമാലയും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കെപ്പ് വരുന്നില്ല. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും സഹായമായി ഉതകുന്നില്ല. അവരുടെ വിശ്വാസം ഇല്ലാത്തവരല്ല ഇവർക്കെല്ലാം യേശുവിനൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവർ യേശുവിനെ അനുഗമിക്കുന്നതല്ലേ. വിശ്വാസമില്ലെങ്കിൽ അവരെങ്ങനെ യേശുവിനെ അനുഗമിക്കും? അപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഇവരുടെ വിശ്വാസവും പരീക്ഷിക്കപ്പെടാം. ഒരു ഭക്തൻ്റെ വിശ്വാസവും പരീക്ഷിക്കപ്പെടാം. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകൾ എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രോഗങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങളാണ്, അതിൽപ്പെടുന്നു. കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നമ്മളെ ബാധിക്കും. മക്കളായാലും കൊച്ചുമക്കളായാലും സ്പൗസസ് ആയാലും ഒക്കെ അത് നമ്മളെ ബാധിക്കാം. സമ്പത്ത് നമുക്ക് രണ്ടറ്റവും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നാൽ എന്തുണ്ടാകും? അതൊരു പ്രതികൂല കാറ്റാണ്. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതൊരു കാറ്റാണ്, അത് തിരമാലയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ യാത്രയിലും നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം കാര്യങ്ങൾ നടക്കാതെ വന്നാൽ അത് പ്രതീക്ഷിക്കാത്ത കാറ്റാണ്, അത് പ്രതീക്ഷിക്കാത്ത തിരമാലകളാണ്. ഇതൊക്കെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വരുമോ അതോ വരാതെ ഇരിക്കുമോ? നിശ്ചയമായി ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഭക്തനും അഭക്തനും എല്ലാം നേരിടുന്ന കാര്യങ്ങളാണ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പലവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഭയപ്പെടരുതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം പരീക്ഷ സ്ഥിരതയുളവാക്കുന്നു. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ് അത് താൻ സന്തോഷമെന്ന് എണ്ണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷ വരുമ്പോൾ അത് സന്തോഷമെന്ന് എണ്ണുന്നു. കാരണം ഭക്തൻ്റെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടാകാം. നമ്മൾ ഇന്ന് വായിച്ച അധ്യായം, അത് മർക്കോസിൻ്റെ സുവിശേഷം 4 അതിൻ്റെ 38 വായിക്കുന്നു: കപ്പലിൻ്റെ പിറകിൽ തലയിണയിൽ ഉറങ്ങുകയായിരുന്നു യേശു. ഈ ശിഷ്യന്മാർ കടന്നു പോകുന്ന അന്തരീക്ഷത്തിൽ തന്നെ യേശു എന്തെടുക്കുക? തലയണയൊക്കെ വെച്ച് സുഖം വലിയമായിട്ട് ഉറങ്ങുക. കൂർക്കം വലിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ പുള്ളി നല്ല സുഖ നിദ്രയിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പറയണം, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? യേശുവിനെക്കുറിച്ച് വിചാരമില്ലയോ എന്നോട് ചോദിക്കണ്ടായോ? അറ്റ്ലീസ്റ്റ് ഇവർ ഉണർന്നിരിക്കുക. ഇവർക്ക് വേണേല നീന്തൊക്കെ അറിയാവുന്ന ആളുകളാണ്, നീന്തുകയൊക്കെ ചെയ്യാം. എന്നാൽ യേശു ഉറങ്ങുകയാണ്. അപ്പം നിനക്ക് നിന്നെക്കുറിച്ച് തന്നെ വിചാരമില്ലേ എന്ന് വേണേ അവർക്ക് ചോദിക്കാം. യേശു ഒന്ന് ചിരിച്ച് കാണും കേട്ടോ. യേശുവിനെ നമ്മൾ വിചാരിക്കും യേശു ഒരിക്കലും ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ലെന്ന്. നിശ്ചയമായും യേശു ചിരിച്ചു കാണും. നമ്മൾ വളരെ ഗൗരവമുള്ളൊരു മുഖത്തോട്ട് ഇരുന്നുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനോട് മോനെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ കൊച്ചു വരുമോ? ഒരു കൊച്ചും വരത്തില്ല.
അതിനോട് ചിരിച്ച് ശാന്തമായിട്ട് കുഞ്ഞിങ്ങി വാ എന്നൊക്കെ സ്നേഹത്തോടൊന്ന് ചിരിച്ചുകൊണ്ട് വിളിക്കാൻ ആ കൊച്ചോടി വരും. കർത്താവിൻ്റെ യേശു ക്രിസ്തു ഈ ഭൂമി ജീവിച്ചിരുന്ന കാലത്തൊക്കെ കുഞ്ഞുങ്ങളെല്ലാം യേശുവിൻ്റെ തോളെ കയറും. അതുകൊണ്ടാണ് കർത്താവ് കുഞ്ഞുങ്ങളെ അപ്പോസ്തലന്മാർ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഗുരു അവിടെ ഇരിക്കുക, നിങ്ങളാരും അങ്ങോട്ട് പോകണ്ട, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ചിരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. അപ്പോൾ യേശു ഒരു സന്തോഷമുള്ള മുഖത്തോടു കൂടി ചിരിച്ചിരിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളോടൊക്കെ ഇടപെടുന്നത്. അതുപോലൊരു ചിരി യേശുവിൻ്റെ മുഖത്ത് വന്ന് കാണും. ഇവർ ബഹളം വെക്കുക, ഞങ്ങളെക്കുറിച്ച് നിനക്ക് വിചാരമില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ ഉറങ്ങിക്കിടന്നിരുന്ന യേശു ഒരു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? യേശുവിൻ്റെ നിശബ്ദത അവഗണനയല്ല. യേശു പലപ്പോഴും നിശബ്ദമായിരിക്കുന്നത് അവഗണിച്ചുകൊണ്ടല്ല. കാരണം പ്രശ്നം അങ്ങ് ഭയങ്കരമായി തീർന്നപ്പോൾ എന്തു ചെയ്തു? യേശു കാറ്റിനെയും തിരമാലയും ശാസിച്ച് അമട്ടി അതിനെ ഒതുക്കിയതായിട്ട് നമ്മൾ കാണുന്നു. യേശു ക്രിസ്തു ഉറങ്ങി. ശരീരത്തിൽ താൻ ക്ഷീണിതനായിരിക്കാം, കാരണം അവിടെ പ്രസംഗിക്കുകയായിരുന്നു, അവരെ പഠിപ്പിക്കുകയാണ്. ഒരു വിത്ത് നിങ്ങളെ വിതറിയാൽ അത് കിളുത്തു വരും, അതിൽ നിന്നൊരു പ്രതിഫലം ഉണ്ടാകും. ഇതുപോലെയുള്ള കൊയ്ത്തിനെക്കുറിച്ചും വിളവെടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ച് പഠിപ്പിച്ചേച്ചാ ഇങ്ങോട്ട് വന്നത് ക്ഷീണിതനായിട്ട്. യേശു എത്ര മണിക്കൂർ നിന്ന് പ്രസംഗിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിനുശേഷമാണ് ഈ വള്ളത്തിൽ കയറിയിരിക്കുന്നത്. ശാരീരികമായ ക്ഷീണം കാണും, കാരണം യേശു 100% മനുഷ്യനാണ്, താൻ 100% ദൈവമായിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് യേശുവിന് വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്. അതുപോലെയുള്ള ഭൗമികമായി നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും യേശു അഭിമുഖീകരിച്ചിട്ടുണ്ട്. ദാഹിക്കുന്നുണ്ട്. ദാഹമൊക്കെ യേശുവിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ശമരിയ സ്ത്രീയോട് എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം വേണം. താൻ വിശന്നിട്ട് അത്തിയുടെ കാലമല്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് പോലും ഇതിനകത്ത് അവിടെ എവിടെയെങ്കിലും ഒരു മുൻഫലമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി. വിശപ്പുള്ളതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ കതിര് പറിച്ച് തിന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ യേശുവും തിന്നു കാണുമായിരിക്കും, അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ വിശപ്പും ദാഹവും വേദനയും ഉറക്കവും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശു ഉറങ്ങിയിരിക്കുന്നു, സൈലൻ്റ് ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ സമയം പോലും യേശുവിൻ്റെ നിശബ്ദതയല്ല. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ശത്രുവിൻ്റെ അഗ്നി അസ്ത്രങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് വേണ്ടി ഷീൽഡായി പ്രവർത്തിക്കുന്നവനാണ് കർത്താവ്. പരീക്ഷയിൽ പട്ടുപോകുവാൻ നമ്മെ അനുവദിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഗുരുവേ, ഞങ്ങൾ നശിക്കുന്നു, നിനക്ക് വിചാരമില്ലയോ? ഇത് മനുഷ്യർ എപ്പോഴും ദൈവസ്ഥാനത്തിൽ പറയുന്ന ശബ്ദമാണ്, നിലവിളി. നിലവിളിക്കുന്നത് അബദ്ധമൊന്നുമില്ല. എന്നാൽ മനുഷ്യന് എപ്പോഴും കംപ്ലൈൻറ്റ് കാണും ദൈവത്തോട്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അല്ലാതെ ആരോടാണ് നമ്മൾ പറയേണ്ടത്? നമ്മുടെ ആവലാതിയൊക്കെ ദൈവത്തോട് തന്നെ പറയണം. ദൈവത്തിന് അതൊന്നും അസഹ്യനാകുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ യേശു പഠിപ്പിച്ച കഥയാണ് നമുക്കറിയാമല്ലോ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ആ കഥ നമുക്കറിയാം. അപ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് അവിടെ പ്രാർത്ഥന നിർത്തിയേക്കെന്നാണോ അതിൻ്റെ അർത്ഥം? മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നാണ് അതിൻ്റെ അവിടെ പറയുന്നത്. യേശു പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരു പ്രാവശ്യം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തിക്കോ എന്നല്ല എനിക്കവിടെ മനസ്സിലാകുന്നത്. യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, തുടർമാനം പ്രാർത്ഥിക്കണം, ആ കാര്യം നിറവേറുന്നത് വരെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ആ വിധവയോട് ഉദാഹരണം കർത്താവ് പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മുട്ടിപ്പായി ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളെ അറിയിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ത് ചെയ്തു? യേശുക്രിസ്തു അവിടെ കാണുന്നത് കാറ്റിനോട് പറയുകയാണ്, ശാന്തമാകെ. പ്രൈസ് ദി ലോർഡ്. ഓളങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിശബ്ദമായിരിക്കുക. തിരമാല അടിച്ചു കയറുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിശബ്ദമാകുക. കാറ്റടിച്ച് കയറുമ്പോൾ യേശു പറയുകയാണ്, ശാന്തമാകുക. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ കാണുന്നില്ല യേശു പ്രാർത്ഥിക്കുന്നതായിട്ടുണ്ടോ?
യേശു അവിടെ പ്രാർത്ഥിക്കുന്നോ ഒന്നുമില്ല, പിതാവേ ഇത് മാറ്റണേ എന്നവിടെ പറയുന്നില്ല. കർത്താവിൻ്റെ ഒരു അപേക്ഷ നമ്മളവിടെ കാണുന്നില്ല. കർത്താവ് കൽപ്പിക്കുകയാണ്, കാറ്റേ ശാന്തമാകൂ, തിരമാലയെ അടങ്ങ് എന്ന് പറഞ്ഞ് അമർച്ച ചെയ്യുന്നതായിട്ട് അല്ലെ കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിന് കാരണം എന്താ? അവൻ സൃഷ്ടാവാണ്, അവൻ സൃഷ്ടിയല്ല. സൃഷ്ടാവിന് അപേക്ഷയല്ല, സൃഷ്ടാവിന് ആജ്ഞാപനമാണ്, അവിടെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് യേശുവോടെ പ്രാർത്ഥിക്കുകയല്ല, കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ദൈവം ജഡമായി തീർന്നവനാണ്. സങ്കീർത്തനം 33:9 ഇങ്ങനെ പറയുന്നു, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ ഈ കാറ്റിനെയും തിരമാലയെയും ഒക്കെ കൽപ്പിച്ചതും അതിനെ യഥാസ്ഥാനമാക്കി തീർത്തതുമായ അവൻ തന്നെയാണ് കാറ്റിനോട് പറയുന്നത്, നീ ശാന്തമാകെ ഒതുങ്ങുകയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഒറ്റ വാക്കേ ഉള്ളൂ കാറ്റിനോടും തിരമാലയോടും. അപ്പോൾ എന്ത് സംഭവിച്ചു? കാറ്റടങ്ങി, കടൽ ശാന്തമായി. യേശുവിൻ്റെ ശബ്ദം പ്രകൃതി നിയമങ്ങളെപ്പോലും നിയന്ത്രിക്കുവാനും അവയ്ക്ക് മീതെയുമാണെന്ന് നമ്മളിത് കാണുന്നു. പ്രകൃതി നിയമമാണ് കാറ്റടിക്കുക, പ്രകൃതി നിയമമാണ് തിരമാലകൾ അലതല്ലുക. എന്നാൽ യേശു പ്രകൃതി നിയമങ്ങൾക്ക് അതീതനാണ്, അവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് അവരോട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന് ചോദിക്കുകയാണ്. 4:40 നമ്മൾ അതാ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാറ്റും തിരമാലയും ആഞ്ഞടിക്കുന്നതല്ല യേശുവിൻ്റെ പ്രശ്നം. യേശുവിൻ്റെ പ്രശ്നം ഈ ശിഷ്യന്മാരുടെ അവിശ്വാസമാണ്. താൻ ആരാണെന്ന് വിശ്വസിക്കാത്തതാണ്. അതിനെയാണ് കർത്താവിന് വിഷമമായിട്ട് തോന്നുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, കാറ്റോ വലിയ കാറ്റടിച്ചു പോയല്ലോ, ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലുള്ള തിരമാലയെന്നല്ല യേശു ക്രിസ്തു പറയുന്നത്. അവരതൊക്കെ പറഞ്ഞു ശിഷ്യന്മാർ. എന്നാൽ യേശു അതിനെയല്ല ശാസിക്കുന്നത്. അതിനേക്കാൾ ഉപരി തൻ്റെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എൻ്റെ കൂടെ കുറേ നാളുകളായിട്ട് ഇവർ നടക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? നിങ്ങൾ എന്തിന് ഭയപ്പെട്ടു എന്നാണ് കർത്താവിൻ്റെ ചോദ്യം. അതേ ചോദ്യമായിരിക്കും ഇന്ന് നമ്മളോടും ചോദിക്കാനുള്ളത്. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അവിശ്വസികളായി തീരരുത്. ഇവയുടെ മേലെല്ലാം അധികാരമുള്ളവനാണ് ഞാൻ മനുഷ്യനെ ആയി വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഞാൻ ദൈവമാണ് എന്നുള്ള ഒരു വാക്കാണ് യേശുവിന് ഇന്ന് നമ്മളോട് പറയാനുള്ളത്. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനു അവിശ്വസിക്കുന്നു? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാറ്റല്ല യേശുവിൻ്റെ പ്രശ്നം, ഈ ശിഷ്യന്മാരുടെ അകത്തുള്ള ഭയമാണ് യേശു ചോദ്യം ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, തങ്ങൾ യാത്ര ചെയ്ത ബോട്ടിലൊക്കെ വെള്ളം കയറി, എന്നാൽ ആ കപ്പലിൽ യേശു ഉണ്ട് എന്ന സത്യം അവർ മറന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ പ്രശ്നം. ഈ ബോട്ടിൽ കിടക്കുന്നത് അല്ലെ ഉറങ്ങുന്നത് ആരാണെന്നുള്ള അറിവ് അവർക്കില്ല എന്നുള്ളതാണ് യേശുവിനെ അലട്ടുന്ന വിഷയം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവുണ്ട്, നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവുണ്ട്, അത് നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുള്ളവരാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മളിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എങ്കിൽ പോലും ഈ ഭയവും അവിശ്വാസവും നമ്മെ അലട്ടുന്നുണ്ട് പലപ്പോഴും. മത്തായിയുടെ സുവിശേഷം 28:20 കർത്താവ് എന്താ പറയുന്നത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. ലോകാവസാനത്തോളം നമ്മോട് കൂടെയുള്ള കർത്താവ്. ഈ ബോട്ടിലുണ്ടായിരുന്ന യേശു അവരുടെ പടകിലുണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിത പടകിൽ എന്നും നിലനിൽക്കുന്നവനാണ് കർത്താവ്, കുടികൊള്ളുന്നവനാണ് കർത്താവ്. കർത്താവ് പറയുകയാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും എന്ന് പറഞ്ഞാൽ നിന്റെ മരണത്തിൻ്റെ സമയത്ത് പോലും ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല, നിന്റെ രോഗത്തിൻ്റെ സമയത്ത് ഞാൻ നിന്നെ കൈവിടുന്നില്ല, നീ കഷ്ടത സഹിക്കുമ്പോൾ ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല, നീ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ കർത്താവിന് ഒരു ഭക്തനോട് പറയാനുള്ളത്. നാം ഭയപ്പെടാനോ നിരാശപ്പെടാനോ
ദൈവം അനുവദിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്യുന്ന ഇവൻ ആരെ? ഇവൻ നസറേത്തിലെ യേശുവാണെന്ന് അവർക്കറിയാം. അതറിയാൻ കഴിഞ്ഞിട്ടല്ല, മറിയയുടെയും ജോസഫിൻ്റെയും മകനാണിവനെന്നറിയാം. ബേത്ലഹേമിൽ ജനിച്ചതാണെന്നും അതുപോലെ നസറേത്തിൽ വളർന്നവനാണെന്നും അറിയാം. എന്നാൽ അവർ ഗുരുവായിട്ട് ഇവനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. റാബായ് എന്നാണ് അവർ വിളിക്കുന്നത്. റാബായ് റാബായ് എന്ന് വിളിച്ചുകൊണ്ടാണ്, അല്ലെ ഗുരു ഗുരു എന്ന് വിളിച്ചുകൊണ്ടാണ് പുറകെ നടക്കുന്നത്. എന്നാൽ ആ അറിവല്ല, ഇവനും അതിലുപരിയായവനാണ്. ഇവൻ ആരാണ്? ഈ കാറ്റിനെ അമർച്ച ചെയ്യുവാൻ, കടലിനെ അമർച്ച ചെയ്യുവാൻ കഴിയുന്ന ഇവൻ ആര് എന്നുള്ള ചോദ്യം അവരുടെ ജീവിതത്തിൽ വരിക. അവരതിശയം പൂണ്ട ആ യേശു എൻ്റെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ജീവിത നൗകയിൽ യേശുവുണ്ട്. അതുകൊണ്ട് ഭയത്തിന് അവകാശമില്ല. അവൻ ആര് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമ്മളെ സൃഷ്ടിജാലമായി ആകാശത്തിൽ നക്ഷത്രങ്ങളെയോ ചന്ദ്രനെയോ അതുപോലെ സൂര്യനെയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവയ്ക്ക് സൃഷ്ടി കൊടുത്ത എല്ലാത്തിനും മുഖാന്തരമായി തീർന്നവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 1:6 കർത്താവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. അവൻ മുഖാന്തരം സൃഷ്ടിച്ചു, അവനായി സൃഷ്ടിച്ചു എന്ന് കാണുന്നു. സങ്കീർത്തനം 89:9 പറയുന്നു, കടലിൻ്റെ കോപത്തെ നീ ശമിപ്പിക്കുന്നു. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. സമുദ്രം കോപിച്ചാൽ അതിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കുക എന്നുള്ള കാര്യം. കാറ്റും കടലും അവനെ തിരിച്ചറിഞ്ഞു. അവൻ്റെ വാക്കിൽ അവർ നിശ്ചലമായി. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർക്ക്, കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് അവനെ മനസ്സിലായില്ല. അതാണ് ക്രിസ്തുവിനുണ്ടായ പ്രശ്നം. കടൽ അവൻ തന്നെ അനുസരിക്കുന്നു, കാറ്റ് തന്നെ അനുസരിക്കുന്നു, പ്രകൃതി തന്നെ അനുസരിക്കുന്നു. എന്നാൽ തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. നമ്മുടെ അവസ്ഥ ഈ നാളുകളിൽ അങ്ങനെയാണോ? നമ്മുടെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവനാണ്. കാറ്റിനും കടലിനും പ്രകൃതിക്കും യേശുവിനെ അറിയാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ യേശുവിനെ നമുക്ക് വേണ്ട രീതിയിൽ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും കടലിൻ്റെയോ തിരമാലകളുടെയോ അല്ലെങ്കിൽ കാറ്റിൻ്റെയോ ഓളങ്ങളുടെയോ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ അവസ്ഥകളുണ്ടോ? രോഗത്തിൻ്റെ കടല് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? അതുപോലെ അനിശ്ചിതത്വങ്ങളെയാണോ നാം അഭിമുഖീകരിക്കുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളാകുന്ന തിരമാലകളും അതുപോലെ കാറ്റുകളും നമുക്ക് പ്രതികൂലമായിട്ടുണ്ട്. ഇവയുടെ മധ്യേ നാം ഓർക്കേണ്ട ഒരു കാര്യം, അതൊക്കെ ഉണ്ടായിരിക്കും. കാറ്റ് കാണും, തിരമാല കാണും, എന്നാൽ എൻ്റെ അരുമനാഥൻ എന്നോടുകൂടെ ഉണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കൂടെ ഉണ്ടെങ്കിൽ ഈ ബോട്ട് താഴുവാൻ അല്ലെങ്കിൽ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രതികൂലങ്ങൾ കടന്നുപോയെന്ന് വരാം, എന്നാൽ ഈ ഷിപ്പ് ഇറക്കായി നീ നശിച്ചു പോകുവാൻ, ഇല്ലാതാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങളൊന്നും അവസാന വാക്കല്ല. ദാറ്റ് ഈസ് നോട്ട് ദ ലാസ്റ്റ് വേർഡ്. ഹല്ലേലൂയ. ജീസസ് ഈസ് ദ ലാസ്റ്റ് വേർഡ്. His words can quieten the ocean. His words can abolish or stop the huge wind they were facing. Hallelujah. യെശയ്യാ പ്രവാചകൻ പഴയ നിയമത്തിൽ ഇതുപോലൊരു വാക്യം പറയുന്നുണ്ട്. യെശയ്യാ 43:2 നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വെള്ളത്തിലും പ്രതികൂലത്തിലും നാം കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നാം ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മളോടുള്ള ബന്ധത്തിൽ യേശു ആരാണ്? കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1:1
14 നമ്മൾ കാണുന്നു യേശു ആരാണ്? യേശു ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണ്. ഇൻ ദ ബിഗിനിങ് ദെയർ വാസ് വേർഡ്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ദ വേർഡ് വാസ് ഗോഡ്. ആ വേഴ്സ് 14 പറയുന്നത് എന്താണ്? ദ വേർഡ് ടുക്ക് ദ ഫോം ഓഫ് ഫ്ലഷ്. അപ്പോൾ ജഡത്തിൽ വന്ന യേശു ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19:10 കാണുന്നുണ്ട്, ഹി ഈസ് ദ മെസ്സയ. മെസ്സിയ എന്ന് പറയുന്നത് എന്താണ്? ലോകരക്ഷകൻ. ലോകത്തിന് പാപത്തിൻ്റെ മോചനത്തിനായി വെളിപ്പെട്ടു വന്ന ഏക മെസ്സയ അഥവാ രക്ഷകൻ യേശു കർത്താവാണ്. ഇവൻ ആരാണ്? ഈ ചോദ്യം നമ്മളോട് വന്നാൽ, ഹി ഈസ് ദ റെവലേറ്റർ ഓഫ് ദ ഫാദർ. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ, മനുഷ്യരൂപത്തിൽ വന്ന ദൈവം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. പാപമൊഴികെ സകലത്തിലും നമുക്ക് സമനായിത്തീർന്നവൻ, പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവ്. ഇങ്ങനെയുള്ള യേശുവാണ് നമ്മുടെ മഹാപുരോഹിതനെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശു ആരാണ്? നിത്യതയിലേക്കുള്ള വഴിയാണ് യേശു. കർത്താവ് പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. കാരണം വഴി, സത്യം, ജീവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവൻ ആര് എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാം, ഹി ഈസ് അലൈവ് ടുഡേ. ഇന്നും ജീവിക്കുന്നവനാണ് കർത്താവ്. ഞാൻ തന്നെ ജീവനാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം എന്ന് അട്ടർ ചെയ്ത, ഡിക്ലെയർ ചെയ്ത വ്യക്തിത്വമാണ് യേശു. ഹല്ലേലൂയ. യേശുവിൻ്റെ വേറൊരു പേരെന്താണ്? ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യേശു എന്ന് അവന് പേരിടണം. അതാണ് യേശുവിൻ്റെ ജനനത്തിൽ അവനെ കുറിച്ച് പറഞ്ഞത്. യേശു ആരാണ്? ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കേണ്ട ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. അതോ ജീവിതത്തിൻ്റെ കർത്താവായി യേശു നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ദൈവമായി, നമ്മുടെ രക്ഷിതാവായി, നമ്മുടെ കർത്താവായി ഇവനെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ചിരിക്കുന്നുവോ? അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ നമുക്ക് താല്പര്യമുണ്ടോ? യേശു കൽപ്പിച്ചാൽ ജീവിതത്തെ നാം അഭിമുഖീകരിക്കുന്ന കാറ്റുകളില്ലാതെയാകും. കർത്താവായി യേശു കൽപ്പിച്ചാൽ നമ്മുടെ പ്രതികൂലങ്ങൾ മാറി മറയും. ആകയാൽ ഈ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും രാജാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ശുഭമായ ജീവിതം നയിക്കാം. ദിവ്യ സമാധാനത്താൽ നിറയാം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.